ഇന്ന് നമുക്കൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ. നാരങ്ങ പുളിങ്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതിന് ഗണപതി നാരങ്ങ എന്നും പറയും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് പുളിങ്കറി ഉണ്ടാക്കുന്നത് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ്. ഇനി ഞാനിവിടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പുളിവെള്ളം പിഴിഞ്ഞിട്ട് ഒന്നൊന്ന് അരിച്ച് എടുത്ത് വെച്ചതാണ്. അത് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഒരു 5-8 പച്ചമുളക്, ഒരു ബൾബ് വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി 2 വലിയ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാനിലിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടിയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ പുളിങ്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഉലുവ എടുത്ത് പാനിലിട്ടൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പീസ് ബെല്ലം എടുത്തിട്ടുണ്ട്, അതായത് ശർക്കര. പിന്നെ നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുളിങ്കറിക്ക് ഉപയോഗിക്കുന്ന നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് മാറ്റാം. ഇനി ഇത് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചിട്ട് ഒരു ചെറിയ തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം നോക്കി ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നാരങ്ങ ചെറുതായി അരിഞ്ഞിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളിങ്കറിക്ക് ഇങ്ങനെയാണ് അരിഞ്ഞിടുക നാരങ്ങ. ഈ നാരങ്ങയൊക്കെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഈ നാരങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, അധികം വേവൊന്നും ഇല്ലാത്തതാണ്. അപ്പം നമ്മൾ ഈ പുളിവെള്ളത്തിൽ കിടന്ന് നാരങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പം നമുക്കിത് ഇവിടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നാരങ്ങ പുളിങ്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വയ്ക്കുക. ഇപ്പം നമ്മുടെ നാരങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1 ക്യൂബ് ശർക്കര ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 സ്പൂണ് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊന്ന് കടുക്, വറ്റൽമുളക് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഒന്നും ചേർക്കാനില്ല. നമ്മുടെ നാരങ്ങ പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഈ കറി ഞാനിവിടെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സമയമായി. ഇപ്പം പുളിങ്കറിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് നാരങ്ങ പുളിങ്കറി ഉണ്ടാക്കി വെക്കണം.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരാം. ബായ്.